velocity of sound depends on density and modulus of elasticity. The dimensional formula of E is ml raised to minus 1 t raised to minus 2. State the principle of homogeneity and using the above principle arrive at an expression for the velocity of sound. ഒന്നാമത്തെ കുറേ പ്രാവശ്യം പറഞ്ഞു. Principle of homogeneity states that the dimensions of all terms on two sides of an equation are the same. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നത് പേര് മാത്രം പറഞ്ഞാൽ പോലെ സ്റ്റേറ്റ് ചെയ്യാം. Second part, using the above principle arrive at an expression for the velocity of sound. നമ്മൾ ഡയമെൻഷനലൈസ് പറഞ്ഞ സമയത്ത് 3 ആപ്ലിക്കേഷൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ചെയ്തു. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ പരിശോധിച്ചു. എല്ലാ ടേം ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് ആണ്. എല്ലാ ടേം ഡയമെൻഷൻ സെയിം അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് അല്ല. സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ് ടു ഡിറൈവ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ്. നമുക്കൊരു ക്വാണ്ടിറ്റീസിന്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? arrive at an expression for velocity of sound. നമുക്ക് സൗണ്ടിന്റെ വെലോസിറ്റി ഒരു എക്സ്പ്രഷൻ വേണം, ഒരു റിലേഷൻഷിപ്പ് വേണം അല്ലെ? ഇവിടെ ഒരു കാര്യം പറയുന്നത് ക്വസ്റ്റ്യൻ എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ? വി എന്ന് പറയുന്നത് ഡെൻസിറ്റിയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് അതിന്റെ ബേസിക് ആയിട്ടൊന്ന് പറയണം. നോക്കില്ല കേട്ടോ. എന്താ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ? എന്താ? ടു ഡിറൈവ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ്. ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു മാസ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യണം. സർക്കുലർ മോഷനാണ്. മാസ് എന്ന് പറയുന്നത് എം ആണ് എന്റെ മാസ്. റേഡിയസ് R ആണ്. എന്റെ സ്പീഡ് എന്ന് പറയുന്നത് V ആണ്. നമുക്കറിയാം, ഒരു മാസ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടുവേർഡ്സ് സെന്റർ ഒരു ഫോഴ്സ് കാണും. ആ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. എന്താണ് ഇക്വേഷൻ? F ഈസ് ഈക്വൽ ടു mv²/r ആണ് നമുക്കറിയാം. അറിയില്ലാന്നിരിക്കും, എനിക്ക് എഫിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മാസം ഉണ്ടാവുമല്ലോ, എം ഉണ്ടാവും. സ്പീഡ് ഉണ്ടാവുമല്ലോ, വി ഉണ്ടാവും. റൊട്ടേറ്റ് ചെയ്യാണ്, അപ്പോൾ റേഡിയസ് ഉണ്ടാവുമല്ലോ, ആറും ഉണ്ടാവും. അപ്പൊ എഫ് എന്ന് പറയുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആ ഇക്വേഷൻ അറിയാം. എഫ് ഈക്വൽ ടു mv²/r. ആറ് ഇല്ലാതിരിക്കാം. നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം? അപ്പൊ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. ജസ്റ്റ് നോക്കെല്ലാരും. അപ്പൊ എഫ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്? എഫ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മാസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എഫ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആരാവാം? വെലോസിറ്റി ആവാം, റേഡിയസ് ആവാം. നമ്മൾ എടുക്കാം. ഓക്കെ, പക്ഷേ മാസിന്റെ പവർ ഒന്നും എനിക്ക് അറിയത്തില്ല അല്ലെ? മാസിൽ ഇപ്പൊ m² ആവാം, m⁻³ ആവാം, അല്ലെങ്കിൽ -1 ആവാം റേസ് ടു വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എഫ് പ്രൊപ്പോർഷണൽ ടു m⁻a എന്ന് കൊടുക്കാം, b⁻b എന്ന് കൊടുക്കാം, r⁻c എന്ന് കൊടുക്കാം. ഓക്കെ, ഓരോ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എനിക്കറിയാം, പക്ഷെ എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത് അറിയില്ല, പവർ എനിക്ക് അറിയില്ല. ഓക്കെ, ഇതിനായി ഞാൻ ആ കോമിലൊക്കെ മാറ്റിയിട്ടൊന്നും എഴുതാണ്. എഫ് പ്രൊപ്പോർഷണൽ ടു m⁻a, b⁻b, r⁻c. ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് വേണ്ടേ. നമുക്ക് മാസ് ഉണ്ടെന്ന് അറിയാം, സ്പീഡ് ഉണ്ടെന്ന് അറിയാം, റേഡിയസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസ് ആരൊക്കെയാണ്? മാസിനെ, വെലോസിറ്റിയെ, റേഡിയസിനെ. പക്ഷെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് അറിയത്തില്ല, പവർ അറിയത്തില്ല. ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു പവർ കൊടുക്കുകയാണ്. എമ്മിന്റെ പവർ ഏത് കൊടുത്തു, ബിയുടെ പവർ ബി എന്ന് കൊടുത്തു, ആറിന്റെ പവർ സി എന്ന് കൊടുത്തു. നമുക്ക് പറയാം എഫ് പ്രൊപ്പോർഷണൽ ടു m⁻a, b⁻b, r⁻c. ഇക്വേഷൻ ആക്കണം. എങ്ങനെയാ പ്രൊപ്പോർഷണലിറ്റി മാറ്റി ഇക്വേഷൻ ആക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? ആ കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയും. അപ്പൊ കെ എന്താ? ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. കെ ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. ഡയമെൻഷൻ ഇല്ല, ഈക്വൽ ടു ആക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ, കെ ഇൻറ്റു m⁻a, b⁻b ആൻഡ് r⁻c. ഓക്കെ, ക്ലിയർ? ഇനി അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇക്വേഷൻ ഉണ്ടാക്കണം. എഫിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മാസ്, വെലോസിറ്റി ആൻഡ് റേഡിയസ്. എന്താ പ്രശ്നം? എ എന്താണെന്ന് അറിയില്ല, ബി എന്താണെന്ന് അറിയില്ല, സി എന്താണെന്ന് അറിയില്ല, പവർ അറിയില്ല. പവർ കിട്ടിയാൽ മതി, ഇക്വേഷൻ ആയിക്കോളും. എന്താ ചെയ്യേണ്ടത്? ആ നേരത്തെ പഠിപ്പിച്ച അതേ പ്രിൻസിപ്പിൾ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എന്താണ്? ഒരു ഇക്വേഷന്റെ എല്ലാ ടൈമിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. രണ്ട് സൈഡ് നോക്കണം. ലെഫ്റ്റ് ഫോഴ്സ് എഫ് ഉണ്ട്, റൈറ്റ് കെ m⁻a, b⁻b, r⁻c. ഒറ്റ ടൈമാണ്, കാരണം പ്രോഡക്റ്റ് ആണ്. ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ? ശരിയല്ലേ? എഴുതി നോക്കാം കേട്ടോ. ഡയമെൻഷൻ ഓഫ് എഫ് എന്താ? m l t⁻².
അല്ലെ? ലെഫ്റ്റ് അല്ലേ? കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് മാത്രം ഡയമെൻഷൻ ഇല്ല. അടുത്ത എം എന്താ? മാസ് അല്ലേ? മാസ് നമുക്കറിയാം എം ആണ്. റേസ് ടു എ. ബി എന്താ? സ്പീഡ്. അപ്പൊ എൽ റേസ് ടു മൈനസ് പോരാ, കാരണം ബി റേസ് ടു ബി ഉണ്ട്. അപ്പൊ എൽ റേസ് ടു -1 ഓൾ റേസ് ടു ബി. അടുത്ത റേഡിയസ്. റേഡിയസ് ലെങ്ത് ആണല്ലോ, അപ്പൊ എൽ മതിയോ? പോരാ. ആർ റേസ് സി ഉണ്ട്, അപ്പൊ എൽ റേസ് സി വരും. ഒന്നും കൂടെ ഫോഴ്സ് നമുക്കറിയാം, ബൈ ഹാർട്ട് ചെയ്യണം. എം എൽ ടി റേസ് ടു -2. കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. എം മാസ് ആണ്, മാസ് ഡയമെൻഷൻ അറിയാം എം ആണ്, പക്ഷെ മാസ് റേസ് ടു എ ഉണ്ട്, അപ്പൊ എം റേസ് ടു എ വരും. ബി എന്താ? വെലോസിറ്റി. എൽ ടി റേസ് ടു -1. ബി റേസ് ടു ബി ഉണ്ട്, അപ്പൊ എൽ ടി റേസ് ടു -1 റേസ് ടു ബി വരും. അടുത്ത റേഡിയസ് ലെങ്ത് ആണ്, അപ്പൊ എൽ പോരാ. ആർ റേസ് ടു സി ഉണ്ട്, അപ്പൊ എൽ റേസ് ടു സി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താ എന്താ പ്രിൻസിപ്പിൾ പറയുന്നത്? രണ്ട് സൈഡുമുള്ള ഡയമെൻഷൻ എല്ലാം സെയിം ആയിരിക്കണം. എം ഡയമെൻഷൻ സെയിം ആയിരിക്കണം, എല്ലിൻ ഡയമെൻഷൻ സെയിം ആയിരിക്കണം, ടി ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് യൂണിഫോം എഴുതാം. റൈറ്റ് സൈഡ് അപ്പൊ ലെഫ്റ്റ് എന്തുണ്ട്? എം എൽ ടി റേസ് ടു -2 ഉണ്ട്. റൈറ്റ് സൈഡ് ഒരേ മാത്രമേ ഉള്ളൂ, എം റേസ് ടു എൻ എല്ലാം. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എൽ റേസ് ടു ബി വരും, എൽ റേസ് ടു ബി വരും. ടി റേസ് ടു -1 റേസ് ടു ബി, മൈനസ് ബി വരും. എൽ റേസ് ടു സി വരും അല്ലെ? എൽ ടി റേസ് ടു -1 ഓൾ റേസ് ടു ബി ആണ്. പവർ ബി എല്ലിനും വേണം, ടിനും വേണം. അപ്പൊ എൽ റേസ് ടു ബി, ടി റേസ് ടു -1 ഓൾ റേസ് ടു ബി. എ റേസ് ടു എം, റേസ് ടു എൻ എന്താ? എ റേസ് ടു എം ഇൻറ്റു എൻ. പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. -1 ഇൻറ്റു ബി, മൈനസ് ബി. ദെൻ എൽ റേസ് ടു. ഓക്കെ അല്ലേ? ദെൻ ലെഫ്റ്റ് സൈഡ് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാം. എം എൽ ടി റേസ് ടു -2 ഇസ് ഈക്വൽ ടു എം ഒരെണ്ണം എഴുതൂ, എം റേസ് ടു എ. ലെങ്ത് രണ്ടെണ്ണം ഉണ്ടല്ലേ? എൽ റേസ് ടു ബി ഇൻറ്റു എൽ റേസ് ടു സി ഉണ്ട് അല്ലെ? എൽ റേസ് ടു ബി ഇൻറ്റു എൽ റേസ് ടു സി ഉണ്ട്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ ആണ് അല്ലെ? അപ്പൊ എന്തെഴുതാം? എൽ റേസ് ടു ബി പ്ലസ് സി എന്ന് എഴുതാം. അവർ തമ്മിൽ ആഡ് ചെയ്താൽ. ഇനി അല്ല ബാക്കിയുള്ള ടൈം ടി ഉണ്ട്, ടി റേസ് ടു മൈനസ്. റൈറ്റ്? അപ്പൊ ലെഫ്റ്റ് നമ്മൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ അങ്ങനെ കീപ്പ് ചെയ്തു, എം എൽ ടി റേസ് ടു -2. റൈറ്റ്? 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്, മാസ്, വെലോസിറ്റി, റേഡിയസ്. എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്ന അറിയത്തില്ല, ജസ്റ്റ് പവർ കൊടുത്തു. എം റേസ് ടു എ, ബി റേസ് ടു ബി, സി ആർ റേസ് ടു സി. ഒരു ഈക്വൽ ടു ആക്കാൻ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എയും ബിയും സിയും കാണണം. അപ്പൊ അതിനുവേണ്ടി തരും ഓരോ ടേബിളിന് ഡയമെൻഷൻ കൊടുത്തു. എം മാസ് ആണ്, എം ആണ്, ബി വെലോസിറ്റി ആണ്, എൽ റേസ് ടു -1 ആണ്, ആർ റേഡിയസ് ആണ്, ലെങ്ത് ആണ്, എല്ലാം. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ കിട്ടി. ഇനി എന്താ പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡുമുള്ള എല്ലാ ടേമിന്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ? അപ്പൊ രണ്ട് സൈഡ് നോക്കുമ്പോൾ എങ്ങനെയാ ഡയമെൻഷൻ സെയിം ആയിരിക്കണേ. അപ്പൊ നമുക്ക് ആദ്യം എം ചെക്ക് ചെയ്യാം. എമ്മിന്റെ പവർ 3 എവിടെ? എം റേസ് ടു 1 ആണ് അല്ലെ? എം ചെക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിലെ പവർ 3 1 ആണ്. അപ്പൊ റൈറ്റ് ലൈൻ പവർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ? ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ആരുടെ ഡയമെൻഷൻ? പവറാ ഡയമെൻഷൻ. അപ്പൊ പവർ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ എമ്മിന്റെ പവർ 3 1. റൈറ്റ് സൈഡോ? എ. അതാ ഡയമെൻഷൻ. അപ്പൊ നമ്മൾ ആദ്യം മാസിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാം. ഇവിടെ എത്രയാ? 1. ഇവിടെ എത്രയാ? എ. അപ്പൊ എന്ത് കിട്ടി? 1 ഈക്വൽ ടു എ കിട്ടി. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1. ദെൻ എൽ ലെങ്ത് നോക്കാം അല്ലെ? ഡയമെൻഷൻ ഓഫ് എൽ ചെക്ക് ചെയ്യണം. ഡയമെൻഷൻ ഓഫ് എൽ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. എന്താ പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു ഇക്വേഷനിലെ എല്ലാ ടേമിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അപ്പറേം ഇപ്പറേം സെയിം ഡയമെൻഷൻ ആയിരിക്കണം. അങ്ങനെ പറയാം. ലെഫ്റ്റ് ഡയമെൻഷൻ ഓഫ് എൽ എന്താ? 1 ആണ്. റൈറ്റ് എൽ റേസ് ടു ബി പ്ലസ് സി ഉണ്ട് അല്ലെ? എൽ റേസ് ടു ബി പ്ലസ് സി ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് ഡയമെൻഷൻ ഓഫ് ലെങ്ത് 1 ആണെങ്കിൽ റൈറ്റ് എന്താ ഡയമെൻഷൻ ഓഫ് ലെങ്ത്? ബി പ്ലസ് സി ആണ് അല്ലെ? അപ്പോ എൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് 1, റൈറ്റ് സൈഡ് ബി പ്ലസ് സി. 1 ഈക്വൽ ടു ബി പ്ലസ് സി. സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബി അറിയില്ല, സി അറിയില്ല. അപ്പൊ വെയിറ്റ് ചെയ്യും. അടുത്ത നമുക്ക് ടി ചെക്ക് ചെയ്യാം. ടി ടൈമിന്റെ ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് എത്ര ഡയമെൻഷൻ ടൈമിൽ? ടി റേസ് ടു -2 അല്ലെ? അപ്പൊ -2 ലെഫ്റ്റ് സൈഡ് -2 ഈക്വൽ ടു റൈറ്റ് സൈഡോ? -3 അല്ലെ? -3 അല്ലെ? ലെഫ്റ്റും റൈറ്റും ഉള്ള ഡയമെൻഷൻ എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എത്ര ടൈമിന്റെ ഡയമെൻഷൻ? -2. റൈറ്റ് സൈഡോ? -3. അപ്പൊ -2 ഈക്വൽ ടു -3. മൈനസ് കട്ടാൻ എന്ത് കിട്ടും? ബി ഈക്വൽ ടു 2 കിട്ടും. ബി ഈക്വൽ ടു 2 എന്ന് കിട്ടും. നേരത്തെ എ ഈക്വൽ ടു 1 കിട്ടിയാണ്. അപ്പൊ ബി ഈക്വൽ ടു 2 കിട്ടും. ഇനി അത് ഇവിടെ കൊണ്ടേ കൊടുക്കാം. അപ്പൊ നമുക്ക് സി കിട്ടിക്കോളും അല്ലെ? എന്താ ചെയ്യണ്ടേ? അപ്പൊ ബി പ്ലസ് സി എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം.
അതിൽ ബിയുടെ വാല്യൂ എനിക്ക് അറിയാം 2 ആണ്. 2 പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 പ്ലസ് സി ഈക്വൽ ടു 1. സി ആണ് 2 അപ്പുറം കൊണ്ടുപോയി. അപ്പൊ 1 മൈനസ് 2 എത്രയാ? 1 മൈനസ് 2 മൈനസ് 1. എത്രയാ? 1 മൈനസ് 2 മൈനസ് 1. അപ്പൊ സി എന്ത് കിട്ടി? സി എന്ന് പറയുന്നത് -1 കിട്ടി. സി എന്ന് പറയുന്നത് മൈനസ് 1. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി കൊണ്ടേ കൊടുക്കാം. നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? പവർ കണ്ടുപിടിക്കാന്നുള്ളതാണ്. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. എന്തായിരുന്നു ഇക്വേഷൻ? എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ ബി റേസ് ടു ബി ആർ റേസ് ടു സി കൊണ്ടേ കൊടുക്കുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ എന്താ കിട്ടിയത്? 1 അല്ലെ? എം റേസ് ടു എ ആണ്. എ എന്താ കിട്ടിയത്? 1 ആണ് കിട്ടിയത്. അടുത്തത് ബി റേസ് ടു ബി. ബി റേസ് ടു ബി എന്താ? ബി എന്ന് പറയുന്നത് കിട്ടിയായിരുന്നു 2 അല്ലെ? 2. ആർ റേസ് ടു റേഡിയസ് റേസ് ടു സി ആണ്. സി എത്രയാ? -1 അല്ലെ? ആ ആർ റേസ് ടു -1 താഴ്ത്തി എഴുതാൻ പാടില്ലേ? അപ്പൊ മൈനസ് പോയില്ലേ? അപ്പൊ എന്തെഴുതാം? എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 1 എം തന്നെ ബി സ്ക്വയർ. ആർ റേസ് ടു -1 താഴെ കൊണ്ടാവും അല്ലെ? അപ്പൊ ബൈ ആർ റൈറ്റ്. എം ബി സ്ക്വയർ ബൈ ആർ. എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എം ബി സ്ക്വയർ ബൈ ആർ. അതിൽ കെ എന്താ? ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നമുക്ക് ത്രൂ ഡയമെൻഷൻസ് കിട്ടത്തില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. റൈറ്റ്? കെയുടെ വാല്യൂ 1 ആയിരിക്കും. ഇവിടെ കെയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എഫ് ഈക്വൽ ടു കെ എം ബി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടിയില്ലേ? ഓക്കെ. അതിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? കെയുടെ വാല്യൂ നമുക്ക് 1 ആണെന്ന് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം. പക്ഷെ നമ്മൾ ത്രൂ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്ന സമയത്ത് അവിടെ കെ ഉണ്ടാവും. കെയുടെ വാല്യൂ കിട്ടത്തില്ല. ഓക്കെ. കെയുടെ വാല്യൂ കിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. എന്താണ് ഇക്വേഷൻ കിട്ടിയത്? എഫ് ഈക്വൽ ടു കെ എം ബി സ്ക്വയർ ബൈ ആർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. എന്താ ചെയ്യേണ്ടേ? ഏതാണ് ക്വാണ്ടിറ്റി? അത് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. എഫ് പ്രൊപ്പോർഷണൽ ടു ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, ഫോഴ്സ്, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യാം, വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? എഫ് പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ ബി റേസ് ടു ബി ആർ റേസ് ടു സി. ഈക്വൽ ടു ആക്കാൻ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. കെക്ക് ഡയമെൻഷൻ ഇല്ലാതെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. ഓരോന്നിന്റെ ഡയമെൻഷൻ എഴുതാം. രണ്ട് സൈഡിന്റെ ഡയമെൻഷൻ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അപ്പോ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടും. കൊണ്ടേ കൊടുക്കുക. ഫൈനൽ ഇക്വേഷൻ കിട്ടും. അതിനകത്തൊരു കെ ഉണ്ടാവും. കുഴപ്പമില്ല, അത്രേ കിട്ടത്തുള്ളൂ. കാരണം കെ എന്ത് കിട്ടത്തില്ല? ഈ ഒരു അനാലിസിസ് കിട്ടത്തില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. പക്ഷെ നമുക്ക് അറിയാം എന്താണ്? കെയുടെ വാല്യൂ 1 ആണെന്ന് കണ്ടെന്ന് അറിയാം. ഓക്കെ. ഇങ്ങനെയാണ് ആ ക്വസ്റ്റൻ ചെയ്യേണ്ടത്. ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഒരു ക്വസ്റ്റൻ ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ബുക്കിലെ ക്വസ്റ്റൻ ആണ്. എന്നാണ് അത് ആദ്യമേ പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റൻ എന്താ? വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപെൻഡ്സ് ഓൺ ഡെൻസിറ്റി മോഡുലസ് ഓഫ് വെലോസിറ്റി. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഈസ് ml raised to -1 t raised to -2. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? യൂസിംഗ് ദ എബോവ് പ്രിൻസിപ്പിൾ അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി വെലോസിറ്റി ഓഫ് സൗണ്ട്. നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാം. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപെൻഡ്സ് ഓൺ എന്തൊക്കെയാ? ഡെൻസിറ്റി ഉണ്ട്. വി ഡിപെൻഡ്സ് ഓൺ ഡെൻസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് വെലോസിറ്റി. രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ്? വെലോസിറ്റി ഡിപെൻഡ്സ് ഓൺ വി ഡിപെൻഡ്സ് ഓൺ എന്ത് പറയാം? വി പ്രൊപ്പോർഷണൽ ടു ആരൊക്കെയാ? ഡെൻസിറ്റി അല്ലെ? ഡെൻസിറ്റി റോ. അതുപോലെ ആരാണ്? മോഡുലസ് ഓഫ് വെലോസിറ്റി ഇ അല്ലെ? ശരിയല്ലേ? പക്ഷെ എങ്ങനെ ഡിപെൻഡ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. പവർ അറിയത്തില്ല. അപ്പൊ റോ റേസ് ടു എ എന്ന് കൊടുക്കാം, ഇ റേസ് ടു ബി എന്ന് കൊടുക്കാം അല്ലെ? ചിലപ്പോൾ സ്ക്വയർ ആവാം, ചിലപ്പോ ക്യൂബ് ആവാം, ചിലപ്പോൾ -1 ആവാം. പവർ അറിയത്തില്ല. രണ്ടിനെ ഡിപെൻഡ് ചെയ്യുന്ന അറിയാം. അപ്പൊ വി പ്രൊപ്പോർഷണൽ ടു റോ റേസ് ടു എ എന്ന് പറയാം, ഇ റേസ് ടു ബി എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് വി പ്രൊപ്പോർഷണൽ ടു റോ റേസ് ടു എ, ഇ റേസ് ടു ബി രണ്ട് ക്വാണ്ടിറ്റി ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഡെൻസിറ്റിയും ഒന്ന് മോഡുലസ് ഓഫ് വെലോസിറ്റി. അപ്പൊ വി പ്രൊപ്പോർഷണൽ ടു റോ റേസ് ടു എ, ഇ റേസ് ടു ബി. ക്ലിയർ? ഈക്വൽ ടു ആകാം. എന്താ ചെയ്യണ്ടേ? ബി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. റോ റേസ് ടു എ, ഇ റേസ് ടു ബി. ദെൻ ഡയമെൻഷൻസ് എഴുതാം രണ്ട് സൈഡിൽ. ബി ആരാണ്? വെലോസിറ്റി ആണ് അല്ലെ? സ്പീഡാണ്. എന്താ ഡയമെൻഷൻ വരുന്നത്? LT raised to minus. Then K dimension ഇല്ലല്ലോ, നോക്കണ്ട. റോ എന്താ? ഡെൻസിറ്റി ആണല്ലേ? മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മാസിന്റെ നമുക്കറിയാം M ആണ് ബൈ വോളിയം. താഴെയാണ് വോളിയം. വോളിയം എന്താ?
സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ലെങ്ത് അപ്പൊ എൽ ക്യൂബ് ആണ്. മാസ് ബൈ വോളിയം, മാസ് എം ബൈ വോളിയം, അപ്പൊ എം ബൈ എൽ ക്യൂബ്, എം ബൈ എൽ ക്യൂബ്. റേസ്റ്റ് എന്തുണ്ട്? റേസ്റ്റ് എ. പിന്നെ ഇ, ഡയമെൻഷൻ ഓഫ് ഇ അറിയാം, എം എൽ റേസ്റ്റ് മൈനസ് 1 ടി റേസ്റ്റ് മൈനസ് 2, എം എൽ റേസ്റ്റ് മൈനസ് 1 ടി റേസ്റ്റ് മൈനസ് 2. പോരാ, റേസ്റ്റ് ബി കൂടെ ഉണ്ട്. ഓക്കെ, velocity depends on density and modulus of velocity. V proportional to rho raised to a and e raised to b. എഴുതാം V proportional to rho raised to a e raised to b. ഈക്വൽ ടു ആക്കാൻ k വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. k ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. ഡയമെൻഷൻ എഴുതാം. V വെലോസിറ്റി ആണ് Lt raised to minus 1. k ക്ക് ഡയമെൻഷൻ ഇല്ല. rho ഡെൻസിറ്റി മാസ് ബൈ വോളിയം m ബൈ l ക്യൂബ്. rho raised to a ഉണ്ട്, അപ്പോൾ ഇവിടെ raised to a വേണം. ഈ അറിയാവുന്ന പുസ്തകം ഉണ്ടായിരുന്നു. ml raised to minus 1 t raised to minus 2 raised to b. ഓക്കെ, നോക്കാം. L t raised to minus 1 equal to m raised to L cube ആദ്യം വേലിക്കൊണ്ടോ അല്ലെ, അപ്പൊ L raised to minus 3 raised to a, പിന്നെ raised to b എല്ലാത്തിനും കോമൺ ആണ് അല്ലെ, അപ്പൊ എന്താ വരിക? m raised to b വരും, L raised to minus b വരും, t raised to minus 2b വരും. എങ്ങനെയാ? ആ പവർ കോമൺ ആണ്. മാസിന് വേണം, ലെങ്ത്തിന് വേണം, ടൈമിന് വേണം. m raised to 1 ആയിരുന്നു, അപ്പൊ m raised to 1 into b, m raised to b. L raised to minus 1 ആയിരുന്നു, minus 1 into b, minus b. t raised to minus 2 ആയിരുന്നു, minus 2 into b, minus 2. Right? m raised to b, L raised to minus b, t raised to minus 2. Okay, ഇവിടെ കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോ L t raised to minus 1 ലെഫ്റ്റ് അങ്ങനെ കീപ്പ് ചെയ്യണം നമ്മൾ. m raised to a, m raised to a, L raised to minus 3 raised to a, L raised to minus 3 into a minus 3a. ബാക്കി m raised to b, m raised to b, L raised to minus b, t raised to minus 2. ഓക്കെ, ക്ലിയർ? ബാക്കി ചെയ്യാം. L ലെഫ്റ്റ് കീപ്പ് ചെയ്യാണ്, L t raised to minus 1. m എത്ര ഉണ്ട്? m raised to a ഉണ്ട്, m raised to b ഉണ്ട്. a raised to m into a raised to n, a raised to m plus n, അപ്പൊ a plus b വരും. m raised to a plus then L raised to minus 3a, L raised to minus b, L raised to minus 3a, L raised to minus b. Again a raised to m into a raised to n, a raised to m plus n. L raised to minus 3a plus minus b, that is minus b. Then t, time, t raised to ഒരാൾ മാത്രമേ ഉള്ളൂ, t raised to minus 2. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫോർമുല ചെയ്യും. ക്ലിയർ? അപ്പൊ ലെഫ്റ്റ് സൈഡ് വെലോസിറ്റി ആയിരുന്നു, അത് L t raised to minus 1 അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. റൈറ്റ് സൈഡ് റോ raised to a, e raised to b ഉണ്ട്, റോ ml raised to minus 3, റോ raised to a ആയതുകൊണ്ട് raised to a വരും. ഈ യങ്സ് മോഡുലസ് ആയിരുന്നു, മോഡുലസ് ഓഫ് വെലോസിറ്റി ആയിരുന്നു, അത് ml raised to minus 1 t raised to minus 2 ആണ്, raised to b ഉണ്ട്, കൊണ്ടേക്കും. m raised to a വരും, L raised to minus 3 വരും, m raised to b വരും, L raised to minus 1 into b, minus b വരും, t raised to minus 2 into b, minus 2b വരും. കോമൺ ആക്കി എഴുതാൻ പോവാണ്. m raised to a ഉണ്ട്, b ഉണ്ട്, അപ്പൊ a plus. L raised to minus 3a ഉണ്ട്, minus b ഉണ്ട്, അപ്പൊ minus 3a plus minus b, minus 3a minus b. t raised to minus 2 കഴിഞ്ഞു. m എല്ലും t ഓരോന്ന് വെച്ച് കമ്പയർ ചെയ്യുക. ഓക്കെ, എന്താ പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഡയമെൻഷൻസ് എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ m കമ്പയർ ചെയ്യാം. m കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് m ഉണ്ടോ? ഡയമെൻഷൻ ഇല്ല അല്ലേ? നിങ്ങൾ ടൈമേ ഇല്ല. അപ്പൊ എത്ര ഡയമെൻഷൻ? 0. ലെഫ്റ്റ് ഇല്ലല്ലോ, അല്ലെ? L t raised to minus 1 മാത്രമേ ഉള്ളൂ, m ഇല്ല, ഡയമെൻഷൻ എന്താണ്? 0. ഈക്വൽ ടു റൈറ്റ് എന്താ ഉള്ളത്? ഒരു a plus b ഉണ്ട് അല്ലേ? അപ്പൊ 0 equal to a plus b കിട്ടി. ഒരു സൈഡ് കൊണ്ടുവരുമ്പോൾ എന്താ കിട്ടുക? a equal to minus b കിട്ടും. അപ്പോഴും വാല്യൂ ആയിട്ടില്ല. a equal to minus b കിട്ടി, അപ്പോഴും വാല്യൂ ആയിട്ടില്ല. അടുത്തത് L കമ്പയർ ചെയ്യാം. L കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഉണ്ട് അല്ലെ? ലെഫ്റ്റ് ഉണ്ട്. എത്ര ലെഫ്റ്റ് വരുന്നത്? L raised to 1, അപ്പൊ 1 equal റൈറ്റ് സൈഡോ? റൈറ്റ് സൈഡ് L raised to minus 3a minus, അപ്പോ minus 3a minus ക്ലിയർ അല്ലേ?
1 ഈക്വൽ ടു -3a - b എന്ന് കിട്ടും. Then t എങ്ങനെയാ? t -1 ആണ്. -1 is equal to -2b. മൈനസ് കട്ടാവും. അപ്പോ b is equal to എന്ത് കിട്ടും? b is equal to 1/2 കിട്ടും. അങ്ങനെ b യുടെ വാല്യൂ ഓക്കെ. b യുടെ വാല്യൂ കൊണ്ടേ കൊടുക്കാമല്ലോ. b യുടെ വാല്യൂ എവിടെ കൊണ്ടേ കൊടുക്കാം? മോളിൽ കൊണ്ടേ കൊടുക്കാം. അപ്പോ a is equal to -b ആണ്. അപ്പൊ a is equal to എന്താണ് b വന്നത്? b വന്നത് 1/2 ആണ്. അപ്പൊ -b വരും -1/2. അപ്പൊ a യുടെ വാല്യൂ കിട്ടി, b യുടെ വാല്യൂ കിട്ടി. പോരെ, നമുക്ക് a യുടെയും b യുടെയും വാല്യൂ കിട്ടിയാൽ മതി അല്ലേ? നമുക്ക് ആ ഇക്വേഷനകത്ത് a യുടെയും b യുടെയും വാല്യൂ കിട്ടിയാൽ മതി. കൊണ്ടേ കൊടുക്കാം. b is equal to k into rho raised to a എത്രയാ? -1/2 e raised to b എത്രയാ? 1/2. എന്താ റേസ്റ്റ് 1/2 എന്ന് വെച്ചാൽ റൂട്ട് അല്ലേ? അപ്പോ ഈ റേസ്റ്റ് -1/2 എന്താ? 1/√. ആണ് അല്ലെ? ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? b is equal to k into rho raised to -1/2. -1/2 ആണ്, റൂട്ട് ആണ്, പക്ഷെ മൈനസ് തന്നെ വരും, താഴെ വരും. 1/ρ വരും. 1/√ρ വരും. അതുപോലെ e raised to 1/2 റൂട്ടാണ്. അപ്പൊ എന്താ വരിക? റൂട്ടിങ് വരും. മൈനസ് ഒന്നുമില്ല, മുകളിൽ തന്നെ വരും, റൂട്ടിങ് വരും. ഒരുമിച്ച് ചെയ്താലും എന്താ വരിക? b is equal to k into √e/ρ എഴുതാലും അല്ലെ? രണ്ടിനും റൂട്ട് ഉണ്ട്, അപ്പൊ കോമൺ ആക്കി എഴുതാം. അപ്പൊ √e/ρ എന്ന് വരും. അപ്പൊ എന്താ കിട്ടിയേ? b is equal to k into √e/ρ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഡയമെൻഷൻ എഴുതിയിട്ട് എന്താ ചെയ്യണേ? ഇക്വേറ്റ് ചെയ്യണേ. ഒന്നും കൂടെ തോടിച്ച് പറയാം, ശ്രദ്ധിച്ചോ. b proportional to rho raised to a e raised to b ഈക്വൽ ടു ആക്കി k into rho raised to a e raised to b. റോയും ഈ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റൻ അത് പറയുന്നുണ്ട്. റോ ആരാ? ഡെൻസിറ്റി ml raised to -3. ഈ ആരാ? അറിയാം, ml raised to -1 t raised to -2 ക്വസ്റ്റൻ അത് ഉണ്ടായിരുന്നു. റോ raised to a ഉണ്ട്, അപ്പൊ ഇവിടെ raised to a വരും. ml raised to -1 t raised to raised to b ഉണ്ട്, അല്ല e raised to b ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ m raised to a l raised to -3 വരും. ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ m raised to b l raised to -b t raised to -2b വരും. ഒരുമിച്ച് എഴുതി എന്ത് ചെയ്യണം? m എല്ലാം ഒരുമിച്ച് വെക്കാം, l എല്ലാം ഒരുമിച്ച് ആക്കാം, t എല്ലാം ഒരുമിച്ച് ആക്കാം. m raised to a ഉണ്ട്, b ഉണ്ട്, അപ്പൊ a പ്ലസ്. l raised to -3 ഉണ്ട്, -b ഉണ്ട്, -3a ഉണ്ട്, -b ഉണ്ട്, അപ്പൊ -3a പ്ലസ് -b -3a -. t വരണേ ഉള്ളൂ -2. ലെഫ്റ്റ് വെലോസിറ്റി ആണ്, അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ആദ്യം m ചെക്ക് ചെയ്യാണ്. ലെഫ്റ്റ് m ഇല്ല, ഡയമെൻഷൻ 0 ഈക്വൽ ടു റൈറ്റ് എന്താ ഡയമെൻഷൻ? a പ്ലസ് ബി അല്ലെ? ഡയമെൻഷൻ അല്ല, പവർ ആണ്. a പ്ലസ് ബി 0 ഈക്വൽ ടു a പ്ലസ് ബി. അപ്പൊ a ഈക്വൽ ടു -b എന്ന് കിട്ടും. വാല്യൂ ആയിട്ടില്ല. സെക്കൻഡ് n നോക്കുകയാണ്. l ഈക്വൽ ടു ലെഫ്റ്റ് എന്താ? 1. അപ്പൊ 1 ഈക്വൽ ടു റൈറ്റോ? റൈറ്റ് -3a -b 1 ഈക്വൽ ടു -3a -b. അപ്പോഴും ആൻസർ ആയിട്ടില്ല. അപ്പോഴും എന്തായിട്ടില്ല? ആൻസർ ആയിട്ടില്ല. ശരിയല്ലേ? ദെൻ t നോക്കണം. t നോക്കിയപ്പോൾ ലെഫ്റ്റ് -1 റൈറ്റോ? -2. മൈനസ് മൈനസ് കട്ടായി 1 ഈക്വൽ ടു 2b, b ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഈ ഇതങ്ങ് ഒഴിവാക്കിയിട്ട് ഇതങ്ങ് ഒഴിവാക്കായിരുന്നു അല്ലെ? അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമുക്ക് ഓൾറെഡി ടിയുടെ പവർ അറിയാലോ, അത് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലെ? നമുക്ക് കമ്പയർ ചെയ്യാം. ആദ്യമേ നോക്കുമ്പോൾ t raised to -1 t raised to -2b ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, b മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സ്റ്റാർട്ടിംഗ് തന്നെ എന്ത് കിട്ടിക്കോളും? b കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് തന്നെ b കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? l ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് a കിട്ടിക്കോളും. അപ്പൊ രണ്ടാമത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് വേണമെങ്കിൽ ഒഴിവാക്കാം. അതുകൊണ്ട് യാതൊരു യൂസ് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് b കിട്ടി. ആ b യുടെ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടേ കൊടുക്കുക. a ഈക്വൽ ടു -b ആണ്. എന്താ കിട്ടുക? അപ്പോ a ഈക്വൽ ടു -1/2. a കിട്ടി, b കിട്ടി, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലെ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ c ഉണ്ടായിരുന്നില്ല, 2 വേരിയബിൾസ് മാത്രമേ ഇല്ലല്ലോ. അപ്പൊ a b മാത്രമേ കാണൂ. ആ എയുടെയും ബിയുടെയും കാര്യം ഇവിടെ കൊണ്ടേ കൊടുക്കുക. b is equal to k into rho raised to a ആരാണ്? -1/2. e raised to b ആരാണ്? 1/2. അപ്പോ k into raised to 1/2 എന്നാൽ റൂട്ട് ആണ്. raised to -1/2 ആണെങ്കിൽ 1/√. ആണ്. 1/√ρ എന്ന്. e raised to 1/2 റൂട്ട് e, റൈറ്റ്? ആ റൂട്ട് കോമൺ ആക്കി എഴുതാം. അപ്പൊ റൂട്ട് e/ρ എന്ന് വരും. v ഈക്വൽ ടു k into റൂട്ട് e/ρ. k എന്താ? ഡയമെൻഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടത്തില്ല, അതൊരു ഡ്രോബാക്ക് ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ?
വേറെ ഒന്നും കെയുടെ വാല്യൂ 1 എന്ന് പറയുന്നത് അല്ലേ. കെയുടെ വാല്യൂ തമ്മിൽ ഗിവൺ അല്ലെ, കെ ഈസ് ഗിവൺ. അപ്പൊ നമുക്ക് അതുകൊണ്ട് എഴുതി വയ്ക്കാം, കെ ഗിവൺ ആണ്, കെ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പൊ കൊണ്ടേ കൊടുക്കാം ബി ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ 1 ആണ്. അപ്പൊ റൂട്ട് ഇ ബൈ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പഠിച്ചു. ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഇ ബൈ കെയുടെ വാല്യൂ തന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ, തന്നില്ലെങ്കിൽ ജസ്റ്റ് കെ ഇൻറ്റു റൂട്ട് ഇ ബൈ എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ 1 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഇ ബൈ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് mv² by r ന്റെ, ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിരുന്നു.